സോ ഹലോ ഗൈസ് വാട്സപ്പ്, ഞാൻ നിങ്ങൾ സ്വന്തം മറ്റൂസ് ഗെയിമിംഗ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് മൈൻക്രാഫ്റ്റാണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് മിനി വേൾഡിലാണ്. ഏതെങ്കിലും കൂട്ടുകാരന്മാർ ചാനൽ സഭയത്തിൻ്റെ സഭ ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് എൻ്റെ ഷെയറും ചെയ്യുക. നീ എന്നെ അടിക്കാൻ മാത്രമേ, അയ്യോ മറിഞ്ഞു. ഓക്കെ, ഷെയറും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വേറൊന്നുമില്ല. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇച്ചിരി മൈനിങ് ആണ്. ഓക്കെ, അപ്പോൾ ആ മൈനിങ്ങിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് ഇനി യാത്രയാക്കുവാൻ. ഓക്കെ, അപ്പോൾ ഏകദേശം ഞാൻ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാമ്പു ഫാർമിന് വേണ്ടിയുള്ള സാധനങ്ങൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ആകെപ്പാടെ ഞാൻ ഇതിനകത്താക്കിയത് ഒന്നും ആക്കിയിട്ടില്ല. ഇത്ര ഞാൻ 2 ചെസ്റ്റ് മാത്രം വെച്ചിട്ടുണ്ട്. അതിനുള്ള ഗ്ലാസ് ഉണ്ടാക്കുന്ന ഡേറ്റ് എൻ്റെ കയ്യിൽ തോന്നുന്നു. അതാ 34 ഡേറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഡേറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് എൻ്റെ കയ്യിലിപ്പോൾ റെസ്റ്റോൺ തീർന്നിട്ടോ. റെസ്റ്റോൺ എൻ്റെ കയ്യിൽ 9 അത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുപോലെ നമുക്ക് ഗോൾഡ് വേണം. ഗോൾഡും തീർന്നിട്ടുണ്ട് ഏകദേശം. പിന്നെ നമ്മുടെ സാൻഡ് നമ്മൾ മൈൻ ചെയ്ത് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ റെസ്റ്റോൺ കണ്ടോ, പാടെ 9 ഉള്ളൂ വയസ്സ്. അപ്പം റെസ്റ്റോൺ വേണം. പിന്നെ അയൺ നമുക്ക് ക്ഷാമമില്ല. നമുക്ക് പിന്നെ ഗോൾഡ് വേണം ഗസ്. അപ്പോൾ അതൊക്കെ ചെയ്യണം. അതിന് മുമ്പ് ടോർച്ച് എടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ മതിയടേ. നമുക്ക് ഇച്ചിരി കോളിൻ്റെ ആവശ്യം നല്ല കൂടുതലായതുകൊണ്ട് ഞാൻ നമ്മുടെ കോള് മൊത്തം നമുക്ക് എടുത്തേക്കാം. 10 കോള് വെച്ചിട്ട് ബാക്കി കോള് മൊത്തം എടുത്തേക്കാം. അതേപോലെ തന്നെ അത് ഇച്ചിരി അങ്ങ് കൊണ്ടുപോയിട്ട് ടോർച്ചും കൂടെ ആക്കാം ടേസ്. ടോർച്ചിൻ്റെ ആവശ്യം വരും ടേസ്, നല്ല ക്ഷമമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ചാനൽ സബ് ചെയ്യാത്തതിൻ്റെ ആരെങ്കിലും സബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് 400 സബ്സ്ക്രൈബേഴ്സ് അടിക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഇച്ചിരി കൂടെ ആവശ്യമുള്ളൂ എന്ന് തോന്നുന്നു ഗൈസ്. ഒരു 5-10 പേരെയും കൂടെ ആവശ്യം, 15-20 ആൾക്കാരെയും കൂടെ ആവശ്യമുള്ളൂ. അപ്പോൾ വേഗം അടിച്ച് പൊട്ടിക്കുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എന്നിട്ട് നമുക്ക് പറയാനില്ലേ. അപ്പോൾ നമ്മുടെ ലൈക്ക് ടാർഗറ്റ് 10 ആണ്. അപ്പോൾ പണ്ട് നമ്മൾ ലൈക്ക് ടാർഗറ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ കറക്റ്റ് 10 അടിച്ച് പൊട്ടിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, 10 പറഞ്ഞിട്ട് ആരും 10 അടിച്ച് കൂട്ടുന്നില്ല ടേസ്. എനിക്ക് വിഷമമുണ്ട്, ചെറിയ സങ്കടമുണ്ട് ടേസ്. അതൊക്കെ ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ മൈനിങ്ങിന് പോകാൻ പോവാണ്. നമ്മുടെ മൈനിങ് ഏരിയ എവിടെയോ ആണ് ടോയ്സ്. പിന്നെ ഡയമണ്ട് മൈനിങ്ങിന് പോകാൻ പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും പോവല്ലേ, എന്താണെങ്കിലും കുളിച്ചിട്ട് കയറാം ഗൈസ്. അപ്പോൾ നമുക്ക് നനയാൻ വേണ്ടി പോകും ഗൈസ്. ഇവിടെ കണ്ടാണ് ഞാൻ സോംബി സ്പോണർ കണ്ടതെന്ന് തോന്നുന്നു. ഇതിനകത്താണോ അതോ എൻ്റെ ഹാർഡ് കോർ മറ്റേത് പോയി ഗൈസ്. ഇപ്പോൾ പുതിയ ഹാർഡ് കോർ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അത് എപ്പിസോഡ് 2 വരെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇട്ടിട്ടില്ല. അതിനകത്ത് ബ്രീഡിങ് ഫാം ഉണ്ടാക്കണ്ട്, ഞാൻ ഉണ്ടാക്കിയിട്ടേ ഇല്ല. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മിനി വേൾഡിൽ തന്നെയാണ്. മിനി വേൾഡ് എങ്ങനെയെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം, എന്നിട്ട് അടുത്തത് പിടിക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് യെസ് ഗൈസ്, ഇവിടെ തന്നെയാണ് സോംബി സ്പോണറുള്ളത്. അപ്പോൾ സോംബി സ്പോണർ നമുക്ക് ഓഫ് ചെയ്യണം. അതാണ് ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോംബി സ്പോണറിൻ്റെ ചുറ്റും വെക്കണ്ട ഗൈസ്. എനിക്ക് അറിഞ്ഞു കേട്ടോ, ചുറ്റും വെക്കണം എന്നുകൊണ്ടാണ് എൻ്റെ ഒരു അറിവ് ഗൈസ്. ഓക്കെ, അപ്പോൾ ചുറ്റും വെച്ചിട്ടുണ്ട്. ഇനി ഒട്ടും കുറയേണ്ട, പൊക്കത്തും വെച്ചേക്കാം. അങ്ങനെ ആരും ഇനി എനിക്കുണ്ട് ഗൈസ്. അതവിടെ ഞാൻ ടോർച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റിൽ മ്യൂസിക് ഡിസ്ക്, നെയിം ടാഗ് 1 കോൾ. ബാക്കിയെല്ലാം അലമ്പ് സാധനമുള്ള ഗൈസ്. അയ്യോ. ഓക്കെ, നമ്മുടെ മെലൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് മ്യൂസിക് ഡിസ്ക് ഉണ്ട്, വാട്ടർ ബക്കറ്റ്, ചള്ളർ സാധനങ്ങളൊക്കെ ഉള്ള ഗീസ് എടുത്തേക്കാം. ഞാൻ ഇങ്ങോട്ട് വന്നില്ലായിരുന്നു ഗീസ്, പേടിയൊന്നും തരാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ മൈനിങ് ആരംഭിക്കണം. ഈശ്വര, ഇതാരത് കുട്ടി സോബിയോ? എൻ്റെ പൊന്നടവേ, ഈ കുട്ടി സോമ്പിന് ഒട്ടും അടിക്കാൻ പറ്റില്ല. സോ ഗൈസ്, അപ്പോൾ ഇച്ചിരിയും കൂടെ നമുക്ക് അങ്ങോട്ട് വെക്കാണ്ട്. ദാണ്ട് ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഗോൾഡ് ഒപ്പിക്കണം ഗൈസ്. ഗോൾഡിനാണ് ഇനി ക്ഷാമം. ഗോൾഡ് ഞാൻ എവിടെ പോയി തപ്പുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ബാക്കിയെല്ലാം ഏകദേശം നമ്മുടെ കയ്യിലായിട്ടുണ്ട്. ഇവിടെ കയണ ഇരിപ്പുണ്ട്, ചുമ്മാ ഇരിക്കല്ല, അയണൊക്കെ എടുത്തോണ്ട് പോവാം. അപ്പോൾ ഇനി സോംബി. ഓക്കെ ഗൈസ്, അവിടെ ഇച്ചിരി കുറച്ച് അയണ ഇരിക്കുന്നുണ്ട്. നല്ലാണ്ട് വേറെ ഒരു പേരും ഇങ്ങോട്ടില്ല ഗൈസ്. താഴെ അയൺ തന്നെയാണ്. ഇങ്ങോട്ടേക്കൊക്കെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? അതാണ്ടേ ഇരിക്കുന്നു. ഞാൻ ഇത് മാത്രം കണ്ടില്ല ഗൈസ്. ഓക്കെ, നമ്മുടെ ഗോൾഡ് കിട്ടിയിട്ടുണ്ട്, എടുത്തേക്കാം.
ടോട്ടയാണെങ്കിൽ പണി കിട്ടും ഗൈസ്. ഓക്കെ ഓക്കെ, നമ്മുടെ 3 ഗോൾഡും കിട്ടിയിട്ടുണ്ട്. ആകപ്പാടെ ഉണ്ടായിരുന്ന ഗോൾഡും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവിടെ എവിടെ അങ്ങോട്ട് നമുക്ക് ലാപ്പിസിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ലാപ്പിസ് അവിടെ ഇരിക്കട്ടെ, അയൺ എടുത്തേക്കാം ഗൈസ്. ഇനി എന്തെങ്കിലും വലിയ വലിയ സാധനങ്ങൾ കിട്ടിയാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യട്ടെ, അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക. നമ്മുടെ റെസ്റ്റോൺ ഇവിടെ ഇരിപ്പുണ്ട്, ഇവിടെയും കൂടെ ഒന്ന് ടോർച്ച് വെച്ച് തെളിച്ചേക്കാം. ഓക്കെ, ഇവിടെയും ഗോൾഡ് ഇരിപ്പുണ്ട്. ഇവിടെ താഴോട്ട് കുറേ ഉണ്ടല്ലോ ഗൈസ്. താഴോട്ട് പോയാൻ പോകുന്നില്ല, താഴെ ചിലപ്പോൾ ഡയമണ്ടൊക്കെ ഉണ്ടാവായിരിക്കാം, എനിക്കറിഞ്ഞൂടെ ഗൈസ്. ഓക്കെ ഓക്കെ, ഇവിടെ അത്യാവശ്യം ഗോൾഡ് ഉണ്ട്. ഗോൾഡ് 1-2 പോരാ ഗൈസ്, ഗോൾഡ് ഇപ്പോൾ കുറേ വേണം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഗോൾഡ് നല്ല മൈനിങ്ങിന് തന്നെ പോകണം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ നെതർ കയറി ഇങ്ങോട്ട് മാത്രമല്ല കിട്ടൂ ഗൈസ്. ഇങ്ങോട്ട് മാത്രമേ കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. നെതർ കയറി കഴിഞ്ഞാൽ ശരിയല്ല, ഇങ്ങോട്ട് മാത്രമേ കിട്ടുള്ളൂ. വേറെ ഒന്നും കിട്ടാൻ ചാൻസ് വളരെ എടേ ഇതെന്താ എൻ്റെ ഇത് അടിച്ചു പോയോ? എടുക്കേണ്ട സാധനം എടുത്തിട്ടില്ല, പിന്നെ അടിച്ചു പോയില്ലേ? പൊട്ടിക്കോ അണ്ണാ പൊട്ടിക്കോ പിന്നെ പൊട്ടിക്കോ. അത്രേ ഉള്ളൂ, ഇവിടെ ഒന്നും ഇളകിയില്ലല്ലോ. പോട്ടെ. നമ്മുടെ വേറൊരു മാനും കൂടെ വന്നിട്ടുണ്ട്, നമ്മുടെ എൻഡർമാൻ എന്ന് പറയുന്ന പുള്ളിക്കാരനും കൂടെ എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരാ എൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് അവനെ നമുക്ക് ഇങ്ങോട്ട് തെറ്റിട്ട് അതിനെ വിടറാ, അവൻ്റെ കണ്ണിൽ നോക്കാൻ ആവശ്യം വരുമ്പോൾ ഒന്നും അവൻ്റെ കണ്ണിൽ നോക്കാനും കാണില്ല, അവനും കാണില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കട്ടെ, അല്ലാതെ പിള്ളേരുടെ സാധനങ്ങളൊക്കെ ഉണ്ടോ നോക്കട്ടെ. ഞാൻ ഡയമണ്ട് മൈനിങ്ങിന് പോകണം, അത് നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഡയമണ്ട് മൈനിങ്ങിന് പോകണം. ഡയമണ്ട് സത്യം പറഞ്ഞാൽ മൈൻ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല നമുക്ക് കുറേ ഡയമണ്ട് നമുക്ക് ഡയമണ്ട് ആർമറൊക്കെ നമ്മൾ വില്ലേജറിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൈനിങ്ങിനൊന്നും പോകേണ്ട ആവശ്യമില്ല, എന്നാലും മൈൻ ചെയ്തേക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. ഇവിടെ ഒന്നും കണ്ണുപോലും കാണുന്നില്ല. തേഞ്ചോ ഓക്കെ, അവൻ്റെ വട്ടിന് പോയി. ഞാൻ എൻ്റെ വട്ടിന് പോകാൻ സമ്മതിക്കില്ലേ? ഇതിനൊന്നും കണ്ണി കണ്ടു. എനിക്ക് എന്തിൻ്റെ സുഖടാ, ഇവിടെ മൊത്തം തന്നെയുള്ളൂ ടേസ്. അതിൻ്റെ കൂടെ കുട്ടി സോമ്പി. ഇവിടെ ഞാനിപ്പോൾ ചാവാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്, എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇച്ചിരി സെറ്റായിട്ട് കയറിച്ചേക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ നൈസ്. ഞാൻ കളിക്കുന്നിട്ട് ഞാൻ തന്നെ നൈസ് എന്ന് പറയുന്നത്. എന്താടേ എൻ്റെ കുട്ടി സോമ്പി ഇവിടെ ഇരിപ്പുണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ശരിയാണെങ്കിൽ കുട്ടി സോമ്പി ഇവിടെ ഉണ്ട്. ഈ പറഞ്ഞിരുന്നില്ലതോ കുട്ടി സോമ്പി ഉണ്ട്, വലിയ സോമ്പി ഉണ്ടോ? പട്ടി ചത്ത്. ഓ മൈ ഗോഡ്, ചത്തില്ല. ഓ ഏ ബോയ്, ചത്ത് ഇത് ചത്ത് മണ്ടനെ കൊണ്ട് ഗൈസ്. അങ്ങനെ എൻ്റെ എല്ലാം പോയി ഗൈസ്. ഇവിടെ നൈറ്റും കൂടിയാണോ? എൻ്റെ ഗോൾഡ് ഡയമണ്ട് എല്ലാം പോയി. ഡയമണ്ട് എമറാൾഡ് എല്ലാം പോയി. എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് ഗൈസ്? സംഭവം ഞാനിത് ഇങ്ങനെ കുറേ അടി മേടിച്ച് കുറേ ഡയമണ്ട് ഗോൾഡ് മൈൻ ചെയ്യണം. അതേപോലെ ഇച്ചിരി അവിടെ ഞാൻ ഇച്ചിരി റെസ്റ്റോൺ കണ്ടിട്ടുണ്ട്, ആ ഭാഗത്തേക്കും ആ റെസ്റ്റോണും പോയി എടുക്കണം. അങ്ങനെ എല്ലാ പിള്ളേരുടെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ബാംബുവിൻ്റെ പരിപാടിയായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.